രാമവില്യം കളിയാട്ടം, കലവറയിലുമുണ്ട് കാണാത്ത താരങ്ങൾ. ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. കാത്തിരുന്ന കളിയാട്ടം ആളും ആരവുമായി അരങ്ങു തകർക്കുമ്പോൾ ആളറിയാതെ അരങ്ങു കാണാതെ കളിയാട്ട വിജയത്തിനായി മനസ്സും ശരീരവും അർപ്പിച്ച് കലവറക്കുള്ളിൽ അധ്വാനിക്കുകയാണ് 150ഓളം ബാല്യക്കാർ. കളിയാട്ടത്തിൻ്റെ വിജയം കിടക്കുന്നത് അരങ്ങിൽ മാത്രമല്ല, കലവറക്കുള്ളിലും ഭക്ഷണശാലയിലും കൂടിയാണെന്ന് നല്ല ബോധ്യമുള്ള ഈ കൂട്ടായ്മയാണ് കലശം കുളിച്ചു അകത്തു കയറിയ അന്നു മുതൽ സമാപന ദിവസം രാത്രി വരെ പുറത്തിറങ്ങാതെ വ്രതശുദ്ധിയോടെ പാചകശാലയിൽ കൈമെയ് മറന്ന് സമർപ്പണയജ്ഞം നടത്തുന്നത്. ഉദിനൂർ തടിയൻകോവലിലെ അപ്പിയാൽ രതീഷിൻ്റെ നേതൃത്വത്തിലുള്ള പാചക സംഘമാണ് 4 ദിവസങ്ങളിലായി 10,000-കണക്കിന് ആൾക്കാർക്കുള്ള രുചികരമായ വിഭവങ്ങൾ ഒരുക്കുന്നത്. രാമവില്യം ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വരച്ചു വെക്കൽ മുതൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കലവറ ഘോഷയാത്രയും അതിനോടനുബന്ധിച്ചുള്ള കലാപരിപാടിക്കുമുള്ള ഭക്ഷണങ്ങൾ ഇവിടുന്ന് തയ്യാറാക്കി. അതുപോലെ തന്നെ കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് 20,000, 30,000 ഇപ്പോൾ അവസാന ദിവസമായ നാളെ പിന്നെ പ്രഥമനടക്കൂല സദ്യയായിട്ട് ഒരു 50,000 പേർക്ക് സദ്യ തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മുണ്ടയിലെ ബാല്യക്കാരും അതുപോലെ കഞ്ഞിക്കലവറയിലെ എല്ലാവരും, അതുപോലെ തന്നെ നമ്മളെ ഗിരീഷേട്ടൻ, കുഞ്ഞിഷ്ണേട്ടൻ, അതുപോലെ തന്നെ എല്ലാവരും സുരേഷേട്ടൻ, അതുപോലെ എല്ലാവരും ഉത്സാഹത്തോടെ എന്നെ സഹായിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നാളത്തെ എല്ലാം ഒരു സാമ്പാർ, ഒരു അവിയൽ, പിന്നെ കൂട്ടുകറി, അച്ചാർ, പരിപ്പ് പ്രധാൻ ഇത്രയും തയ്യാറാക്കുന്നുണ്ട്. ഒരു 50,000 ആൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ. അടുത്ത കാലത്തായി ഭക്ഷ്യവിഷബാധ എന്ന ഒരു വിഷയം ഉയർന്നു വന്നിട്ടുള്ളതിനാൽ ഏറെ ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അപ്പിയാൽ രതീഷ് പറഞ്ഞു. PM ശ്രീധരൻ ചെയർമാനും രാജീവൻ വൈക്കത്ത് കൺവീനറുമായുള്ള ഭക്ഷണ കമ്മിറ്റിയാണ് കാര്യങ്ങളെല്ലാം കൃത്യനിഷ്ഠതയോടെ കൈകാര്യം ചെയ്യുന്നത്. ഇതുവരെ യാതൊരു പരാതിയുമില്ലാതെ കാര്യങ്ങൾ വൃത്തിയായി കൊണ്ടുപോകാൻ കലവറക്കുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് രാജീവൻ വൈക്കത്തും വടക്കൻ വാർത്തകളോട് പ്രതികരിച്ചു. രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഭക്ഷണ കമ്മിറ്റിയുടെ പേരിൽ അന്നമൂട്ടുന്നത്. ആ അന്നമൂട്ടാൻ കഴിഞ്ഞ 99 കളിയാട്ടത്തിൽ പേക്കടത്തു നിന്നുള്ള വൈക്കത്ത് അമ്പോട്ടനും ചങ്ങാട്ടുള്ള VV രാഘവട്ടനാണ് ചുക്കാൻ പിടിച്ചതെങ്കിൽ 2025 കളിയാട്ടത്തിൽ പേക്കടത്തുള്ള VM ശ്രീധരേട്ടനും ചങ്ങാട്ടുള്ള വൈക്കത്ത് രാജീവനുമാണ് ഇതിൻ്റെ മുൻനിരയിൽ ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ പാകം ചെയ്യുന്നത് അപ്പിയാൽ രതീഷാണ്. ആദ്യമായിട്ടാണ് രതീഷ് ഒരു പെരുങ്കളിയാട്ടത്തിന് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇതുവരെ 2 ലക്ഷത്തിൻ്റെ അടുത്ത് ആൾക്കാർ ഭക്ഷണം കഴിച്ചു. 24-ാം തീയതി മുതൽ വരച്ചു വെക്കലെന്ന് മുതൽ ഇന്ന് വരെ 2 ലക്ഷം പേര് ഭക്ഷണം കഴിച്ചു. നാളെ 1.5 ലക്ഷം പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് നാളെ. പ്രഥമനടക്കം പരിപ്പ് പ്രഥമനടക്കമുള്ള ഭക്ഷണമാണ് നാളെ പാകം ചെയ്യുന്നത്. കലവറയിൽ 150ഓളം ബാല്യക്കാരാണ് പ്രഥമെടുത്ത് നിൽക്കുന്നത് കലവറയിൽ. അതേമാതിരി ഭക്ഷണ പന്തലിൽ വിളമ്പാൻ വേണ്ടിയിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 600ഓളം വനിതകളും പുരുഷന്മാരും കൂടി 600ഓളം ആൾക്കാരാണുള്ളത്. 5 കീഴ്ഘടകങ്ങളിലെ ബാല്യക്കാരാണ് കലവറയിലും അതേമാതിരി ഭക്ഷണ വിതരണത്തിലും തയ്യാറായി നിൽക്കുന്നത്. സമീപ പ്രദേശത്തിലെ പെരുങ്കളിയാട്ടത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ മുന്നോടിയായി വെള്ളത്തിലാണ് എല്ലായിടത്തും പറ്റിയിട്ടുള്ളത്. നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം തന്നെയാണ് കൊടുക്കുന്നത്. ഒരു കാരണവശാലും പച്ചവെള്ളം ചേർക്കാൻ വേണ്ടി അനുവദിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. അവരുടെ മേൽനോട്ട് തന്നെയാണ് വെള്ളം കൊടുക്കുന്നത്. 3000 പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന വിശാലമായ പന്തലിൽ ക്രമത്തിനനുസരിച്ച് പല ഭാഗങ്ങളാക്കിയാണ് ഭക്ഷണം വിളമ്പുന്നത്.
ഓരോ ഭാഗവും കൃത്യമായി കൈകാര്യം ചെയ്യാൻ പ്രത്യേകം സംഘങ്ങളെയും ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ബാല്യക്കാരെ പോലെ തന്നെ സ്ത്രീകളും ഇവിടെ സജീവമായാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. കാത്തിരുന്ന കളിയാട്ടം നേരിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഏറെ സന്തോഷത്തോടെയാണ് ഇവിടെ ഏവരും തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നത്. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. IC Moon Ice Cream, a Janata Charitable Society product.